എസ് കെ സജീഷ്, നോക്കൂ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും ആദ്യമായി സമരപന്തലിലേക്ക് എത്തുന്ന സുരേഷ് ഗോപിയോട് കേന്ദ്രം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം സുരേഷ് ഗോപിക്ക് ആശാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരികയേ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. സമരത്തിന്റെ ഒരു ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ ഒരു മുദ്രാവാക്യം ആശമാർ ഉയർത്തുകയേ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ ഉറപ്പാകണം അല്ലെങ്കിൽ ആ ധൈര്യമാകണം സുരേഷ് ഗോപിക്ക് വീണ്ടും 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 ആ സമരപന്തലിലേക്ക് കടന്നു ചെല്ലാനും അതിനെ ഇങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ഒക്കെ ഇടം നൽകിയത്. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ആശാപ്രവർത്തകർ പറയുന്നത്, ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാനാണെങ്കിൽ സുരേഷ് ഗോപി ഇവിടേക്ക് വരണ്ട എന്നുള്ളത്. ആശാ വർക്കർമാർക്ക് വൈകി ഉദിച്ച വിവേകത്തിന് പിന്നിൽ എന്ത് എന്നുള്ളതാണ് കരുതേണ്ടത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ തൻ്റെ മാസ്മരിക കഥാപാത്രങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് സുരേഷ് ഗോപി പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗുരു എന്ന സിനിമ അദ്ദേഹം കാണണമെന്നാണ്. ഒരു തവണയല്ല, 1000 പ്രാവശ്യം അദ്ദേഹം കാണണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണു തുറക്കും. ആ സിനിമയിലുള്ള വിജയന്ത രാജാവിൻ്റെ അതേ സ്വഭാവമാണ്, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ മറ്റുള്ളവരെ വേട്ടയാടുന്ന കൊച്ചാക്കുന്ന സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലെങ്കിലും അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തെ അദ്ദേഹം ഓർമ്മിക്കുന്നത് നന്നാവും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്, താങ്കൾ നേരത്തെ പറഞ്ഞത് കൂടി വെച്ചുകൊണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ BJPയുടെ പ്രതിനിധി ശ്രീ നിശാന്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സമരം ചെയ്യുന്ന കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരാണ് ഇതിൽ നിലപാട് സ്വീകരിക്കേണ്ടതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് എന്നും കേന്ദ്ര സർക്കാരാണ് 10-12 വർഷക്കാലമായി ഇവരുടെ ഇൻസെൻറ്റീവ് 1 രൂപ പോലും വർദ്ധിപ്പിക്കാത്തത് എന്നും ജനങ്ങൾക്കും സമരം ചെയ്യുന്നവർക്കും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവർക്കുമെല്ലാം ബോധ്യമാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അവർ പറയുന്നത് ഇനി എന്തെങ്കിലും ഉത്തരവുമായി വന്നാൽ മതി എന്നാണ് സുരേഷ് ഗോപിയോട് പറയുന്നത്, പറ്റിക്കൽ നിർത്തിക്കോ എന്നാണ് പറയുന്നത്. അവരത് പറയാനിടയാകുന്ന സാഹചര്യം എന്താണ്? ഉത്തരവ് അദ്ദേഹം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊണ്ടുവരണമെന്നാണോ അവരാവശ്യപ്പെടുന്നത്? അല്ലല്ലോ, കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. ആ സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രിയായി പ്രവർത്തിക്കുന്നയാളാണ് ഇദ്ദേഹമാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തു പറയാതിരിക്കാൻ പ്രത്യേകമായ പല താല്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് പോലും കഴിയാത്ത സാഹചര്യം വന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ആശമാരുടെ വിഷമം അറിയുന്നു എന്നാണ് ഇവിടെയുള്ള BJP പ്രതിനിധി ഇപ്പോൾ സംസാരിച്ചത്. ഇതൊരു കേരള വിഷമമല്ല, ഇതൊരു ദേശീയ വിഷമം തന്നെയാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് 2023-24 സാമ്പത്തിക വർഷം 1 രൂപ പോലും ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീമുകളിലേക്കുള്ള 1 രൂപ പോലും കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. ഇവിടെ ഈ അഭ്യാസമെല്ലാം കാണിക്കുമ്പോൾ, ആളെ പറ്റിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണം നൽകാനുള്ള സമീപനമല്ലേ സ്വീകരിക്കേണ്ടത്? ഇവിടെ 826.2 കോടി രൂപയാണ് തരേണ്ടത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം തരേണ്ടത്. അത് ആശാ വർക്കർമാർക്കുള്ള സ്കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് തരേണ്ടത്. അവിടെ 1 രൂപ പോലും സ്കീമിൽ തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ തന്നത് 189.15 കോടി രൂപ. അത് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയിട്ടുള്ളത്. ഇവിടെ 638.88 കോടി രൂപ നൽകാനുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിൽ മാത്രം നൽകിയത്. അതെ, അതുപോലും കുറവാണ്. ഇവിടെ 638.88 കോടി രൂപ ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തരാനുണ്ട്. അത് തരാതിരിക്കുമ്പോഴും കേരളം അഡ്വാൻസായി തന്നെ ഈ പണം അവർക്ക് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി ഒരു വസ്തുതയാണ്. ഈ വസ്തുത നിലനിൽക്കുമ്പോഴും ആശാ വർക്കർമാരുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം തൊഴിലാളികൾക്കെല്ലാം അവരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്നും അവർ ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ വേതനം ലഭിക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി സമരം ചെയ്യുന്നത് ഇടതുപക്ഷവും CITയും പോലെയുള്ള സംഘടനകളാണ്. ഇവിടെ വന്ന് ഈ വർത്തമാനമെല്ലാം പറയുമ്പോൾ ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 1000-ഉം 1500 രൂപയും 500 രൂപയും എല്ലാമായി ആശാ വർക്കർമാരുടെ ഹോണറേറിയം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് എന്ന് സുരേഷ് ഗോപിയും
അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ പറ്റിക്കുന്ന BJP പ്രതിനിധികളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ സുതാര്യമായ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ കോൺഗ്രസും BJPയും മറ്റുതര പാർട്ടികളും ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേരളത്തെക്കാൾ കുറവാണ് ഓണറേറിയം. കേരളം ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവരെ സ്ഥിരം തൊഴിലാളികളായി പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് മിനിമമായ കൂലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനനുസൃതമായ പോരാട്ടങ്ങളും ഇടപെടലുകളും സാഹചര്യവുമെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ് കേരളത്തിലെ ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമുക്കറിയാം 1000 രൂപയാണ് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത്, പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ 1600 വർദ്ധിപ്പിച്ചത് ആരും സമരം ചെയ്തിട്ടല്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരെയും കൈപിടിച്ചുയർത്തണം എന്ന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് അടുത്ത നവംബർ 1 അതിദരിദ്രരായ ആരും ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ കഴിയും ഇന്ത്യയിൽ എന്ന് ഇനി 100 വർഷം BJPയും കോൺഗ്രസും ഈ രാജ്യം ഭരിച്ചാൽ അവർക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് വ്യത്യാസം. ഇവിടെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള നിലപാടുകൾ സ്വീകരിച്ച് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേന്ദ്രം നൽകേണ്ട വിഹിതം പോലും നൽകാതെ കേരളം നടത്തുന്ന ഈ ക്ഷേമ പ്രവർത്തനങ്ങളെ പൊളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ പല തെറ്റിദ്ധാരണ കൊണ്ട് അണിനിരന്നവരും ചില താല്പര്യങ്ങൾ കൊണ്ട് സമരം ചെയ്യുന്ന നേതൃത്വവും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്നതാണ് സുരേഷ് ഗോപിയോട് അവർ സ്വീകരിച്ച ഏറ്റവും ഒടുവിലത്തെ നിലപാടിന്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം.